ഗൈസ് 2 ദിവസം വീട് ഇടാത്തതിന് ക്ഷമിക്കണം. ഞാനാണ് സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരൻ. എൻ്റെ കയ്യിൽ കുറേ കാർ കളക്ഷനൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാവോ? ഫ്ലാഷ് ബാക്ക്. രാവിലെ നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വിളിച്ച്. ആരോ നോക്കിയപ്പോൾ ബോസ്. ഹലോ ബോസ്, എന്നെ വിളിച്ചു. വലിയൊരു പണക്കാരൻ്റെ വീട്ടിൽ ഒരു ഗോൾഡൻ മസ്താങ് കിടപ്പുണ്ട്. അതിനെപ്പറ്റി ഞാൻ വഴിയെ പറയാം. നീ ആ വീട്ടിൽ പോയി നീ അടിച്ചു മാറ്റണോ? കേസ് ബോസ് നമ്മൾ അടിച്ചു മാറ്റാനൊക്കെയാണ് ഈ പറയുന്നത്. ബോസ് ലൊക്കേഷനൊക്കെ അയച്ചിട്ടിട്ടുണ്ട് കേസ് നമ്മുടെ ഫോണിൻ്റെ അകത്തോട്ട്. ആകെ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ സൈക്കിളുണ്ട്. ആ സൈക്കിൾ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഈ സൈക്കിൾ എടുത്ത് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങോട്ട് എത്തിയിട്ട് കാണിക്കാം ഗൈസ്. പിന്നെ ഗൈസ് വേറൊരു കാര്യം പറയാൻ മറന്നു. പിന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. ഈ വീഡിയോ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടാണ് ഗൈസ്. സങ്കടമാവുന്നുണ്ട്. ഇതാന്ന് തോന്നുന്നു ഗൈസ് നമ്മുടെ ബോസ് പറഞ്ഞത്. അതേ ഗൈസ്, അവിടെ ഒരു കാറ് കിടപ്പുണ്ട്. ഇവിടെ ബോഡി ഗാർഡൊന്നുമില്ല. നമുക്ക് മാസ്ക് ഇടാം. ഫസ്റ്റ് മാസ്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അവിടെ ഒരു ചേച്ചി ഇപ്പോൾ ഉണ്ട്. ആര് ബോഡി ഗാർഡല്ലേ ചേച്ചി, പക്ഷെ എന്നാലും കാണാം. ഇതിവിടെ വീടും ഉണ്ട് ഗൈസ്. ആരും അകത്തില്ലാത്ത തോന്നുന്നത്. കാറ് മാത്രം. ആ ചേച്ചി അങ്ങോട്ട് പോകുന്ന സമയത്താണ്. അതേ നമ്മൾ കാറെടുക്കാം. ചെറുതായിട്ട് ജലദോഷം. കാറ് നമ്മൾ വയറൊക്കെ കൂട്ടി വെച്ച് സ്പാർക്കാക്കി നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മുടെ ബോസിൻ്റെ വീട്ടിലോട്ടൊരു 30 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. നമുക്ക് ബോസിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. ഇതാണ് ഗൈസ് ബോസിൻ്റെ വീട്. ഇവിടെ ബോസിൻ്റെ വീട്ടിൽ കുറേ കാറുണ്ട് ഗൈസ്. ലംബോർഗിനി തൊട്ട് റോയ്സ് കുറേ കാറുണ്ട് ഗൈസ്. പിന്നെ കുറേ ബൈക്കുണ്ട് ഗൈസ്. നമ്മൾ 3 കാറേ ഇവിടെ കിടക്കുന്നുള്ളൂ ഗൈസ്. പിന്നെ നമ്മുടെ ഫ്രീ ഫയറിലെ കോബ്ര ബൈക്ക്, പിന്നെ സൂപ്പർ ബൈക്കൊക്കെ ഉണ്ട് ഗൈസ് ബോസിൻ്റെ കയ്യിൽ. കവാസാക്കി H2R ഒക്കെ ഉണ്ട് ഗൈസ് ബോസിൻ്റെ കയ്യിൽ. ഗൈസ് നമ്മൾ ബോസിനെ വിളിച്ച് പറയാം. ബോസേ, ഞാനിവിടെ ബോസിൻ്റെ പുറത്തെ ഗ്യാരേജിൽ വണ്ടി വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് ഒരു ഡാമേജും ഇല്ലല്ലോ? ഇല്ല ബോസ്. ഇല്ലെങ്കിൽ നിനക്കോ? ബോസ്, എനിക്ക് വീട്ടിലോട്ട് പോകാൻ വണ്ടിയൊന്നുമില്ല ബോസേ. വീട്ടിലും സ്കൂട്ടറില്ല. ആ സ്കൂട്ടർ അപ്പോൾ നമ്മുടെ ബോസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കൂട്ടറിൽ പോകണമെന്നാണ്. ഈ സ്കൂട്ടറിൽ എങ്ങനെയാണ് പോകുന്നത്? പിന്നെ നല്ലൊരു കാര്യമുണ്ട്. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. എൻ്റെ ബർത്ത്ഡേ അല്ല, ഇന്ത്യൻ ബൈക്കിൽ ഈ ക്യാരക്ടറിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നാളെ നമുക്ക് വിഷ് ചെയ്യാനൊന്നും ആരൊന്നുമില്ല ഗൈസ്. ആകെയുള്ള വീട് മാത്രം. നമുക്ക് വീട്ടിലോട്ട് പോവാം. ആരും ഇടയ്ക്ക് വരാൻ നോക്കുകയാണ്. ഒരു കാറ. ഇവനൊക്കെ എവിടെ നിന്നാടാ വരും? ഇവനൊക്കെ ആരാണ് ലൈസൻസ് എടുക്കുന്നത്? എണീക്കട്ടെ. അവൻ്റെ കാറിപ്പോൾ ഡാമേജ് ആയിട്ടുണ്ട്. ഇന്ന് അവനെ വിടത്തില്ല ഗൈസ്. നമ്മൾ അവനെ കൊന്നിട്ടേ ഇരിക്കത്തുള്ളൂ. അവൻ്റെ അടുത്ത് നോക്കിയാടാ, എടോ മര്യാദക്ക് നിന്നോട്ടാ. പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കണം. എന്നെ തെറി വിളിക്കല്ലടാ നീ. നിന്റെ അന്ത്യം കാറിൽ നിന്ന് അയ്യോ, നീ ഇറങ്ങിയിട്ട് പിന്നെ അന്ത്യം. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. രക്ഷപ്പെട്ടു. ഞാൻ ഗണ്ണ് വെച്ച് അവൻ്റെ തലയൊന്ന് പൊളിച്ചു കൊടുത്താൽ അവൻ്റെ കൈ തന്നെ. അവനെ ഓടിപ്പോയി. ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോവാം ഗൈസ്. വീട്ടിൽ പോയി ഗൈസ്. ബോസ് വിളിക്കുവോ രാവിലെ തന്നെ? എന്നെ പറ്റി അറിയത്തില്ല. ഹലോ ബോസേ. എടാ, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ല. അപ്പം നീ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കും. നിനക്കൊരു സർപ്രൈസ്. എനിക്കോ സർപ്രൈസോ? നടന്നത് തന്നെ. ബോസ് വല്ല മിഷനും തരുമായിരിക്കും മിക്കവാറും. വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കാം. ഓക്കെ, ഇവിടെ ലംബോർഗിനിയാണ് ഇവിടെ കിടക്കുന്നത്. എന്തിനാ ഈ ബോസ് ഇവിടെ കൊണ്ട് ഈ ലംബോർഗിനി വെച്ചറിയത്തില്ല. നമുക്ക് ബോസിനെ തന്നെ വിളിച്ച് നോക്കാം. ഹലോ ബോസ്, എന്തിനാ ഈ ലംബോർഗിനി ഇവിടെ? നിന്റെ ബർത്ത്ഡേ അല്ല, അപ്പോൾ നിനക്ക് ഗിഫ്റ്റ് ആയിട്ടിരിക്കട്ടെ. എനിക്ക് എപ്പോഴും ഇല്ല കാറൊക്കെ കൊണ്ടു തരുന്നതല്ല.
എനിക്ക് ആ ഗിഫ്റ്റായി ലംബോർഗിനി എനിക്ക് ഗിഫ്റ്റ്. ഓ പൊളി. എൻ്റെ ഫ്ലാഷ് ബാക്ക്. അന്നൊക്കെ നമ്മൾ ബോസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പണക്കാരനായിട്ട് നിൽക്കുന്ന റെഡ് ലംബോർഗിനിയൊക്കെ കിട്ടിയത്. എല്ലാ വീഡിയോയും ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ വീഡിയോ.